सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा महासरस्वती नमः. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ ഈ യജ്ഞവേദിയിലേക്ക് എല്ലാ ജനങ്ങൾക്കും സുസ്വാഗതം. സുകന്യാചരിതം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ 3 പേരിൽ നിന്നും സ്വന്തം പതിയായ ച്യവനനെ തിരിച്ചറിയാൻ കഴിഞ്ഞു സുകന്യയ്ക്ക്. അവരെ അനുഗ്രഹിച്ച അശ്വനി ദേവന്മാർ ദേവലോകത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് പ്രത്യുപകാരമായിട്ട് താൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ച്യവന ഋഷി പറഞ്ഞത്. മഹാതപസ്വിയും ആ തപശക്തിയുമൊക്കെയുള്ള ച്യവനൻ്റെ കഴിവുകളും ജ്ഞാനവും തപശക്തിയുമൊക്കെ നന്നായി അറിയാവുന്ന അശ്വിനി ദേവന്മാർ തങ്ങൾക്ക് ദേവേന്ദ്രൻ വൈദ്യന്മാരാണ് എന്നത് കാരണം കൊണ്ട് ദേവന്മാർക്ക് കിട്ടുന്ന സോമപാനം, യജ്ഞയാഗത്തിൽ നൽകുന്നതായിട്ടുള്ള സോമപാനം, ആ ഭാഗം അത് കിട്ടാതെ അതിൽ നിന്നും വർജിതനാക്കിയിരിക്കുകയാണ്. കഴിയുമെങ്കിൽ ആ സോമപാനം ഞങ്ങൾക്ക് നേടിത്തന്നനുഗ്രഹിക്കണം എന്ന ആഗ്രഹമാണ് അവർ പ്രകടിപ്പിച്ചത്. അത് താൻ ചെയ്തു തരാമെന്ന് ച്യവനൻ അവർക്ക് വാക്കുകൊടുത്തു. അശ്വിനി ദേവന്മാർ ദേവലോകത്തിലേക്ക് പ്രസ്ഥാനമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് 5ാം അധ്യായം ഇവിടെ സമാപിച്ചത്. തുടർന്ന് അത് എപ്രകാരമാണ് ശര്യാദി ചെയ്തത് എന്നുള്ളതിനെ കാണിച്ചു തരുന്ന ഭാഗമാണ് ആ സുകന്യാചരിതത്തിൻ്റെ അടുത്ത ഭാഗമായിക്കൊണ്ട് ഇവിടെ 6ാം അധ്യായം 6ാമത്തെ അധ്യായത്തിലൂടെ പറഞ്ഞു കൊണ്ടുപോകുന്നത്. കഥകൾ കേട്ടിരുന്ന ജനമേജയൻ ചോദിക്കണു: ച്യവനേന കഥം വൈദ്യൗ തൗ കൃതൗ സോമപായിനൗ വചനം ച കഥം സത്യം ജാതം തസ്യ മഹാത്മന. വൈദ്യന്മാരായിട്ടുള്ള അവരെ 2 പേരെയും ച്യവനൻ എങ്ങനെ സോമപാനത്തിന് അർഹരാക്കി? എപ്രകാരമാണ് ച്യവനൻ തൻ്റെ വാക്കുകളെ സത്യമാക്കി തീർത്തത്? കാരണം ച്യവനൻ മനുഷ്യനും ദേവേന്ദ്രൻ ദേവനുമാണല്ലോ. ദേവേന്ദ്രൻ്റെ ഫലത്തെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ ഫലം വളരെ നിസ്സാരമാണ്. എന്നിട്ടും ഇന്ദ്രൻ നിഷേധിച്ച സോമപാന യോഗ്യത അദ്ദേഹം ഈ വൈദ്യന്മാർക്ക് നേടിക്കൊടുത്തത് എപ്രകാരമാണ്? അത്ഭുതകരമായിട്ടുള്ള കഥ ഒന്ന് വിസ്തരിച്ച് പറയണം എന്നതാ ജനമേജയൻ വ്യാസനോട് ചോദിക്കുമ്പോഴാണ് അതെപ്രകാരമാണ് സാധ്യമായത് എന്ന് വ്യാസൻ പറയുന്നു. വ്യാസോവാച: നിശാമയ മഹാരാജ ചരിതം പരമാദ്ഭുതം ച്യവനസ്യ മഖേ തസ്മിൻ ശര്യാദിർഭുവി ഭാരത. ഹേ രാജൻ, ശര്യാദി ഭൂമിയിൽ വെച്ച് നടത്തിയ അഗ്നിഷ്ടോമത്തിൽ ച്യവനൻ ചെയ്ത അത്ഭുതകൃത്യത്തെക്കുറിച്ച് ഞാൻ പറയാം, കേട്ടുകൊള്ളൂ എന്ന് പറയാണ്. ദേവതുല്യനായ ച്യവനൻ സുന്ദരിയായിട്ടുള്ള സുകന്യയോടുകൂടി ഇന്ദ്രാണിയോടൊത്ത് ദേവേന്ദ്രൻ എന്ന പോലെ സന്തോഷിച്ച് വിഹരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ശര്യാദിയുടെ പ്രിയപത്നി ചിന്താകുലയായിട്ട് കണ്ണീരൊഴുക്കി വിറച്ചുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു: കാട്ടിൽ അന്ധനായി കഴിഞ്ഞ മുനിക്ക് അങ്ങ് രാജകുമാരിയെ കൊടുത്തു. പിന്നീട് അവരെപ്പറ്റി യാതൊരു വിവരങ്ങളും ഇല്ല. അവർ ജീവനോടുകൂടി ഉണ്ടോ അതോ മരിച്ചോ എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. എൻ്റെ പുത്രി എപ്രകാരത്തിലാണ് ആ കാട്ടിൽ ജീവിക്കുന്നത്, ആ അന്ധനും വൃദ്ധനുമായിട്ടുള്ള മുനിയോടുകൂടി എന്നൊക്കെ ആലോചിക്കുമ്പോഴെനിക്ക് മനസ്സിന് ദുഃഖവും സങ്കടവും തോന്നുന്നു, ഉറക്കം വരണില്ല. അതുകൊണ്ട് ആ മുനിയുടെ ആശ്രമത്തിലേക്ക് പോയി ഒന്ന് കണ്ടിട്ട് വരൂ. സുകന്യ
അദ്ദേഹത്തോടു കൂടി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അന്വേഷിച്ചു വരണം. പുത്രി ദുഃഖം കൊണ്ട് എൻ്റെ മനസ്സ് നീറിപ്പുകയുകയാണ് എന്നൊക്കെ ഇതാ പറഞ്ഞു. മാത്രമല്ല ആടയും ആഭരണങ്ങളും എല്ലാം അഴിച്ചു നിന്ന് വൽക്കലം ധരിച്ചുകൊണ്ട് കാണല്ലോ അവളിരുന്നത്. നമ്മൾ വരുന്ന സമയത്ത് എങ്ങനെയാ അവൾ അതിശൈത്യം, അതിവർഷം മുതലായിട്ടുള്ള വിപരീതമായിട്ടുള്ള കാലാവസ്ഥയെ കാട്ടിൽ തരണം ചെയ്യുന്നത്. ഇതെല്ലാം ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി വരാൻ ദയവുണ്ടാവണം എന്ന് ഭർത്താവിനോട് പറയുകയാണ്. കേട്ട ശര്യാദി പറഞ്ഞു, സുകന്യയും വ്രതാനുഷ്ഠാനയായ ആ മുനിയും രണ്ടുപേരെയും കണ്ടിട്ട് വരാൻ നമുക്ക് ഇന്ന് തന്നെ ഇതാ പുറപ്പെടാം എന്ന് പറഞ്ഞ് ഏവമുക്ത്വാ തു ശര്യാധികാമിനീം ശോകസങ്കുലാം ജഗാമരഥമാരുഹ്യ ത്വരിതശ്ചാശ്രമം മുനേ. ഭാര്യ പറഞ്ഞത് കേട്ട ശര്യാദി രഥത്തിൽ കയറിക്കൊണ്ട് വേഗം ശവനാശ്രമത്തിലേക്ക്, കാട്ടിലേക്ക് പോയി. ആശ്രമത്തിൻ്റെ അടുത്തെത്തിയ രാജാവ് നവയൗവനം പൂണ്ട് ദേവതുല്യനായിട്ടുള്ള മഹർഷിയെയാണ് അവിടെ കണ്ടത്. ദേവസദൃശനായ അദ്ദേഹത്തെ കണ്ട രാജാവ് അത്ഭുതപ്പെട്ടു. അത്ഭുതപ്പെടാനുള്ള കാരണം, ലോകം നിന്ദിക്കുന്ന നിഷിദ്ധ കർമ്മമാണോ എൻ്റെ മകൾ ചെയ്തിരിക്കുന്നത്? കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ. അശ്വിനി ദേവന്മാർ വന്നതും ഇദ്ദേഹത്തിനെ യൗവനാനാക്കിയതുമെല്ലാം അദ്ദേഹം കാണാൻ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ കാണേണ്ടതുമായിട്ടുള്ള ഇത് വൃദ്ധനായിട്ടുള്ള ശമനനോട് കൂടിയിട്ട് സ്വപുത്രിയായിട്ടുള്ള സുകന്യ ഇരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ അതിന് വിപരീതമായിട്ട് നല്ല യൗവനവും ദേവതുല്യമായിട്ടുള്ള സൗന്ദര്യങ്ങളുമൊക്കെയുള്ള ഒരാളുടെ കൂടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചു. ഇവളെ കാമാർത്തിയായിക്കൊണ്ട് ആ ഋഷിയെ ത്യജിച്ച്, അല്ലെങ്കിൽ അന്ധനാണല്ലോ കാണാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് ആ ഋഷിയെ വഞ്ചിച്ചുകൊണ്ട് മറ്റേതോ ഒരു പരപുരുഷനുമായിട്ട്, മറ്റേതോ ദേവനുമായിട്ട് ഇതാ സല്ലപിച്ചു കൊണ്ടിരിക്കണു എന്നാണ് ഇദ്ദേഹം മനസ്സിൽ ശങ്കിച്ചത് എന്ന് പറയാണ്. അതാണ് ദുഃഖത്തിന് കാരണം. വൃദ്ധനാണ്, അന്ധനാണ്, നിർധനനാണെങ്കിലും ആ ഋഷിയെ പരിത്യജിച്ച ഇവള് മറ്റൊരുത്തനെ സ്വീകരിച്ചുവോ? അദ്ദേഹത്തിൻ്റെ ചിന്തകളെയാണ് പറയണത്. കാരണം യൗവനത്തിൽ എന്തൊക്കെ തന്നെ സത്യവും നിഷ്ഠയും ഒക്കെ നമ്മളിൽ ഉണ്ടെങ്കിലും ചിലപ്പോൾ ചില സന്ദർഭത്തിൽ അതെല്ലാം തെറ്റി എന്ന് വരാം. വലിയ വലിയ മഹാത്മാക്കൾക്ക് പോലും ദേവിയുടെ മായ ബാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ വിശ്വാമിത്രൻ്റെ കഥയും അതേമാതിരിയുള്ള സ്വയം വ്യാസൻ്റെ കഥയും ഒക്കെ ഞാൻ സുകന്യാചരിതം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ആ കാമാസക്തി എന്നുള്ളത് അതിനെ അടക്കാൻ ഒതുക്കാൻ വളരെ കഷ്ടമായിട്ടുള്ള ഒന്നാണ്. അതായത് നമുക്ക് 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട് എന്നാണല്ലോ പറയണത്. ഇതിൽ 2 ഇന്ദ്രിയങ്ങൾക്ക്, ജനനേന്ദ്രിയത്തിനും നാവിനും മാത്രമാണ് 2 കാര്യങ്ങൾ തന്നിരിക്കുന്നത്. ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾക്കൊക്കെ ചെയ്യാൻ ഒരു കാര്യമേ ഉള്ളൂ. പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണിന് കാണുക എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ചെയ്യണ്ടൂ. കാതിന് കേൾക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യണ്ടൂ. ത്വക്കിന് സ്പർശനം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നാവിനും ജനനേന്ദ്രിയത്തിനുമാണ് 2 കർമ്മങ്ങൾ ചെയ്യുന്നത്. നാവിന് രുചിയായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, രുചി അനുസരിച്ച്.
രുചിയനുസരിച്ച് സംസാരിക്കുക. ഇങ്ങനെ 2 കാര്യങ്ങൾ നാവിന്. മൂത്രവിസർജനം, അതേപോലെ തന്നെ കാമപൂരണം, ഇത് രണ്ടുമാണ് ജനനേന്ദ്രിയത്തിന് ഉള്ള ജോലികൾ. അപ്പോൾ ഈ 2 ഇന്ദ്രിയങ്ങളും സംയമനം ചെയ്യുക എന്നുള്ളത് വളരെ കഷ്ടമുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. ബാക്കി ഇന്ദ്രിയങ്ങളെ നമുക്ക് ഒതുക്കാൻ പലപ്പോഴും കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ ഈ 2 ഇന്ദ്രിയങ്ങളെയും തൻ്റെ വശത്താക്കുക, കടിഞ്ഞാണിൽ വയ്ക്കുക എന്നുള്ളത് പലപ്പോഴും ജ്ഞാനികൾക്കും യോഗികൾക്കും സിദ്ധന്മാർക്കും പോലും പറ്റാത്ത അവസ്ഥകളെ നമ്മൾ പല കഥകളിലൂടെയും പുരാണങ്ങളിൽ ശ്രവിക്കാൻ കാണാൻ കഴിയാം. എന്തായാലും സമയം കഴിഞ്ഞതുകൊണ്ട് ബാക്കി ഭാഗങ്ങളെ നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ദേവീ ശരണം അമ്മേ.